പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തുടക്കം തന്നെ കടക്കുന്നു. ഇറാനിൽ നടക്കുന്നത് വമ്പൻ അട്ടിമറി നീക്കമെന്ന റിപ്പോർട്ടുകൾ. പ്രതിഷേധക്കാർക്ക് നേരെ നിറയൊഴിച്ചാൽ അമേരിക്ക നേരിട്ടിറങ്ങുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ്. ഖമനേയി ഭരണകൂടം ഇറങ്ങിപ്പോകണമെന്നും ഷാ ഭരണകൂടം തിരികെ വരണമെന്നുമാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. അതേസമയം ആഭ്യന്തര വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടാൽ ഒരു പ്രദേശം മുഴുവൻ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് ഇറാന്റെ മറുപടി. അഭിലാഷ് രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, വിലക്കയറ്റത്തിനെതിരെ തുടങ്ങി ഇപ്പോഴിതാ ഖമനേയിക്കെതിരെ ആഞ്ഞടിക്കുന്നു പ്രക്ഷോഭം. അവിടെയും വളരെ വ്യക്തമാവേണ്ടത് ട്രംപ് തക്കം പാർത്തിരിക്കുകയാണോ എന്നതിലാണ്. തീർച്ചയായിട്ടും ഭവ്യ, ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് നമ്മൾ നേരത്തെ നേപ്പാളിലും അതുപോലെ ബംഗ്ലാദേശിലും കണ്ട സമാനമായിട്ടുള്ള പ്രക്ഷോഭമാണ്. ആദ്യത്തെ കുറച്ച് ദിവസം അവിടുത്തെ വ്യാപാരികൾ വിലക്കയറ്റത്തിനെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭം, പിന്നീട് ഒരു പ്രതിഷേധം, പിന്നീട് 30 ഇടങ്ങളിൽ, രാജ്യത്തെ വിവിധ പ്രധാനപ്പെട്ട 30 ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു. ഇന്ന് 6 ദിവസങ്ങൾ പിന്നിടുകയാണ്. നിരവധി പേർ അവിടെ ഈ പ്രതിഷേധക്കാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ആദ്യം അവർ വിലക്കയറ്റത്തിനെതിരെയാണ് അവർ പ്രതിഷേധം ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ പറയുന്നത് അവിടുത്തെ ഖമനേയി ഭരണകൂടം രാജിവെച്ചൊഴിയണം, രാജ്യത്തിൻ്റെ സമ്പദ്ഘടന എല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതിന് ഇനിയും തുടർന്നു പോയാൽ രാജ്യം മുഴുവൻ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഖമനേയിയുടെ ഭരണകൂടം, അവിടുത്തെ മതഭരണകൂടം, അത് ഉടൻ തന്നെ അവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്നും പകരം 1979 പുറത്താക്കപ്പെട്ട ഷാ ഭരണകൂടം തിരികെ വരണം. ഷായുടെ അവരുടെ ആ പിൻതലമുറക്കാരായിട്ടുള്ള ജാവിദ് ഷാ പെഹ്ലാവി, അവർക്ക് അധികാരം തിരികെ നൽകണം, അവർ രാജ്യത്തെ മുന്നോട്ട് നയിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ ഇപ്പോഴത്തെ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇപ്പോഴത്തെ സമരത്തെ, പ്രതിഷേധത്തെ, പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള നീക്കം ഖമനേയിയുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം അവരുടെ മുന്നിൽ നേപ്പാളും ബംഗ്ലാദേശും ഒരു പാഠമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് അതിനെ അടിച്ചമർത്താനുള്ള നീക്കം ഇറാന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ സമയത്താണ് ഇവിടെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ വരുന്നത്. ഇന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ പ്രതിഷേധക്കാർക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ ഒരു നിറയൊഴിപ്പോ അല്ലെങ്കിൽ അവരെ വകവരുത്തുന്നതിനുള്ള ഒരു നിലപാട് ഇറാന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അമേരിക്ക നേരിട്ട് ഇറാനിലേക്ക് ഇറങ്ങും, അവിടെ ഈ പ്രതിഷേധക്കാരെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇറാന്. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും അല്ലെങ്കിൽ വലിയ യുദ്ധങ്ങളിലേക്കും ഒക്കെ പോകാൻ തക്കവണ്ണം പ്രാപ്തമായിട്ടുള്ള ഒരു പരാമർശമാണ്. ആ പരാമർശത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ആവർത്തിക്കുന്നത്. അഭിലാഷ്, എന്തായിരിക്കും അതിന് പിന്നിൽ US കണ്ടിരിക്കുന്നത്? പ്രക്ഷോഭക്കാർക്ക് നേരെ നിറയൊഴിച്ചാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയാനുള്ള അതിനുള്ള സാഹചര്യം എന്തായിരിക്കും? അപ്പോൾ ഈ പ്രക്ഷോഭം കെട്ടടങ്ങാത്തതിന് പിന്നിൽ US ആണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ഭവ്യ. കാരണം ഈ ഒരു ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം, അതിന് പിന്നിൽ അമേരിക്ക സ്പോൺസേഡ് ആണോ, അമേരിക്ക അതിന് പിന്നിൽ കളിക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇറാൻ അതിൽ ചില റിപ്പോർട്ടുകൾ അടക്കം അവർ മുന്നോട്ട് വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ 2025 അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഇറാന്റെ ആണവ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്ഫഹാനും ഫോർദോവിലും അടക്കം വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. പക്ഷേ വിചാരിച്ച രീതിയിൽ അത്തരം ഒരു അമേരിക്കയുടെ ഓപ്പറേഷനുകൾ നടന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഖമനേയിയെ വകവരുത്താൻ, ഖമനേയി ഭരണകൂടത്തെ താഴെയിറക്കി ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ച് പകരം അമേരിക്കയ്ക്കും ഇസ്രായേലും താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ അവിടെ അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമം 2025 മധ്യഭാഗത്തുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ ശ്രമം പാളുകയുണ്ടായി. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വീണ്ടും അമേരിക്കയ്ക്ക് ഒരു സുവർണാവസരം ലഭിച്ചിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ ഇറാന്റെ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു അവസരം നോക്കിയിരുന്ന അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെ ഇപ്പോൾ ഒരു നടപടിക്ക് ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ ഇറാനെതിരെ ഒരു മുന്നറിയിപ്പുമായി ഇറങ്ങുന്നത്. മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അമേരിക്കയുമായി എണ്ണ വിൽപ്പനയുമായി, എണ്ണ കരാറുമായിട്ടൊന്നും ഇപ്പോൾ ഇറാൻ സഹകരിക്കുന്നില്ല. അക്കാര്യത്തിൽ കൂടി അമേരിക്കയ്ക്ക് ഇറാനോട് ഒരു എതിർപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം കൂടി ഒത്തുവരുന്നൊരു സാഹചര്യം, രാജ്യത്തിനകത്ത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരമുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുമായി ഇറാൻ സഹകരിക്കാത്തതിൻ്റെ ഒരു കാര്യം മാത്രമല്ല, ആയത്തുള്ള അലി ഖമനേയിയെ താഴെ ഇറക്കാൻ തക്കം പാർത്തത് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു അവസരം കൂടി വന്നിരിക്കുന്നു. അവിടെയാണ് അപ്പോൾ അത് വ്യക്തമാകുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം ആളി കത്തിക്കാൻ തന്നെയാണ് US-ന്റെ ശ്രമം. അപ്പോൾ ഖമനേയിയാണ് US-ന്റെ ലക്ഷ്യം എന്ന് വ്യക്തമാണ് ഭവ്യ. കാരണം ഖമനേയിയെ താഴെ ഇറക്കുക, പകരം അവിടെ
അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ താല്പര്യമുള്ള അമേരിക്കയുമായി ഒത്തുപോകുന്ന ഒരു ഭരണകൂടത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. നമുക്കറിയാം ഈ 1979 ഈ ഷാ ഭരണകൂടത്തെ താഴെ ഇറക്കുകയും റുഹുള്ള ഖൊമനൈ ഇറാന്റെ പരമാധികാരിയായി വാഴുന്നതും പിന്നീട് ആയത്തുള്ള അലി ഖമനൈ ഇപ്പോൾ രാജ്യത്തിന്റെ തലവനായി ഏറ്റവും വലിയ നേതാവായി അവിടെ വാഴുന്നതും ഈ ഒരു സാഹചര്യത്തിൽ ഈ റിസ പെഹ്ലാവി എന്ന് പറയുന്ന ആൾ ഇപ്പോഴും, അതായത് ഷാ ഭരണകൂടത്തിന്റെ അനന്തരാവകാശിയാണ് റേസ ഷാ പെഹ്ലാവി. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ ഒളിവിലാണ്, അവിടെ അമേരിക്കയുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. അയാൾ ഇപ്പോൾ ഈ സമരത്തിൽ, ഇവിടെ ഇറാനിൽ നടക്കുന്ന സമരത്തിൽ പ്രതിഷേധക്കാർക്ക് അനുകൂലമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ജാവേദ് ഷാ പെഹ്ലാവിയെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഇറാനിൽ നിന്നുള്ള അമേരിക്കൻ അനുകൂലമായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളത് അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ആയത്തുള്ള അലി ഖമനയെ താഴെ ഇറക്കാനും മസൂദ് പസഷ്കിയനെ, ആയത്തുള്ള അലി ഖമനയുടെ ഏറ്റവും വലം കൈയായിട്ടുള്ള ഇപ്പോഴത്തെ ഇറാൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പസഷ്കിയൻ, ഇവരെല്ലാം അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി ഷാ ഭരണകൂടത്തെ തിരികെ എത്തിക്കുക എന്നുള്ളൊരു നീക്കം തന്നെയാണ്. മാത്രമല്ല 2022 മഹ്സ അമിനി എന്ന് പറയുന്ന യുവതി തലയിൽ തട്ടമിടാത്തതിൻ്റെ പേരിൽ അവിടുത്തെ മതസായുധ സൈന്യം തല്ലിക്കൊന്ന ആ ഒരു മഹ്സ അമിനി, അന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇറാനിൽ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷം അതിലും വലിയൊരു പ്രതിഷേധം രാജ്യത്ത് പുറപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പിന്തുണ വരുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതാണ് ഇപ്പോൾ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച 2022 ഹിജാബ് വിരുദ്ധ സമരം. ആ സമരത്തിന് ശേഷം ഇറാൻ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ വലിയ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ചും US-ന്റെ കൂടി ഇടപെടൽ പിന്നിൽ US ഉണ്ടാകുമ്പോൾ വലിയ ജാഗ്രതയിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് സ്വാഭാവികമായും ആ ഹിജാബ് വിരുദ്ധ സമരം, അതുപോലൊരു സമരം ആവർത്തിക്കുമോ എന്നുള്ളൊരു ആശങ്ക സർക്കാരിനുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തുടക്കത്തിൽ പ്രക്ഷോഭക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചു, പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണോ പോകുന്നത്? ഇപ്പോൾ ഇന്ന് 6ാം ദിവസമാണ് ആ പ്രതിഷേധം അല്ലെങ്കിൽ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അമേരിക്കയുടെ ഈ ഒരു മുന്നറിയിപ്പിന് ഇറാന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഇറാന്റെ പരമാധികാരത്തിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അമേരിക്ക നേരിടേണ്ടി വരുമെന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിൽ ഈ ഒരു ഇറാനും അമേരിക്കയുമായിട്ടുള്ള ഒരു പ്രശ്നമായി ഇത് അവസാനിക്കില്ല. പകരം ഒരു മേഖല മുഴുവൻ, പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമായി അമേരിക്കയുടെ ഇടപെടൽ മാറും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കാര്യം നോക്കി പോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ശക്തമായ മറുപടി ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇറാനെ സംബന്ധിച്ച് ഒന്നും നോക്കാനില്ല, കാരണം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ച ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് ഇനി ഒന്നും നോക്കാനില്ല. ഇനി എന്ത് തരത്തിലുള്ള കടന്നുകയറ്റമുണ്ടായാലും തിരിച്ചടിക്കുക എന്ന് തന്നെയായിരിക്കും ഇറാന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ മേഖല മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നതോടുകൂടി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ മൊത്തം ഈ ഇറാനിലെ പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നു. നേപ്പാളിൽ സംഭവിച്ചതുപോലെ, ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ അവിടുത്തെ ഭരണാധികാരികൾക്ക് നാടുവിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ ആയത്തുള്ള അലി ഖമനയ്ക്ക് അധികാരം വിട്ട് ഒഴിയേണ്ടി വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ മണിക്കൂറിൽ വരുന്ന ചോദ്യം. അത് ഈ പ്രക്ഷോഭം ഒടുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അത്തരത്തിലൊരു പര്യവസാനത്തിലേക്കായിരിക്കും ഈ ഒരു പ്രതിഷേധം പോകുന്നത്. അതിന് ഏറ്റവും വലിയ കാര്യം അമേരിക്കയുടെ പിന്തുണ. നേപ്പാളിലും ബംഗ്ലാദേശിലും മറ്റൊരു രാജ്യത്തിൻ്റെ പ്രത്യക്ഷമായ ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല. അമേരിക്ക എന്ന് പറയുന്ന ലോകരാജ്യം, വലിയ രാജ്യം, അവർ ഇറാനിലെ പ്രതിഷേധങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, സഹായിക്കുന്നു, പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഭരണകൂടത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അവിടെയാണ് ഈ ട്രംപ് തക്കം നോക്കി ഇരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിക്കും? എന്ത് സംഭവിക്കാം അഭിലാഷ്? അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ആയത്തുള്ള അലി ഖമനയ്ക്ക് അധികാരത്തിൽ നിന്ന് വിട്ടൊഴിയേണ്ടി വരും, അല്ലെങ്കിൽ മറുവശത്ത് ഒരു യുദ്ധത്തിലേക്ക്, വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യമാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ, അതായത് വിദേശകാര്യ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ഒരു
അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവിടുത്തെ പ്രതിഷേധക്കാർക്ക് പ്രത്യക്ഷമായ രീതിയിൽ ഒരു സഹായം നൽകുവാൻ ഉള്ള ശ്രമമുണ്ടായാൽ അത് ഇറാന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുന്നു എന്ന് കാണിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചടിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അത് ഇറാൻ പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 6 ദിവസമായി നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭം ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ ശക്തി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ആദ്യം ചെറിയ വ്യാപാരികൾ അവരുടെ വിലക്കയറ്റം താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ ചെറിയ പ്രതിഷേധമായി തുടങ്ങിയത് 6 ദിവസം പിന്നിടുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട 30 ഇടങ്ങളിലേക്ക് ആ പ്രതിഷേധം വ്യാപിച്ചൊരു പ്രക്ഷോഭമായി മാറണമെങ്കിൽ അതിന് പിന്നിൽ ചില ശക്തികളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ വ്യക്തമാണ് ഭവ്യ. കാരണം അല്ലെങ്കിൽ ഇറാനെ പോലൊരു രാജ്യം, ഇത്രയും സൈന്യമുള്ള ഒരു രാജ്യം, അവിടുത്തെ പോലീസൊക്കെ അതിശക്തമായ രീതിയിൽ ഭരണകൂടത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് ഏതൊരു പ്രതിഷേധത്തെയും അടിച്ചമർത്തുന്ന രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ മഹ്സ അമിനിയുടെ കൊലപാതകമടക്കം അതിനുശേഷമുണ്ടായ പ്രതിഷേധങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ ഇനിയും പോകാതിരിക്കാനുള്ള ഒരു ശ്രമം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിന് അനുസൃതമായ രീതിയിൽ ഒരു തിരിച്ചടി അമേരിക്ക നടത്താൻ പ്രാപ്തമാണെന്നുള്ള കാര്യം അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ ഇതേ വിധത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ ഇറാനും പശ്ചിമേഷ്യയും അമേരിക്കയ്ക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ 2025 അവസാന മാസങ്ങളിലാണ് പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ ഏറെക്കുറെയെങ്കിലും കെട്ടടങ്ങുകയും ഒരു സമാധാനമെന്ന് തോന്നുന്ന അന്തരീക്ഷത്തിലേക്കെങ്കിലും കാര്യങ്ങൾ കടന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ ആയത്തുള്ള അലി ഖമനയെ താഴെ ഇറക്കാനുള്ള ഒരു പ്രക്ഷോഭം വരുന്നതോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. എന്തായാലും ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇറാനിലേക്ക് നോക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ഇപ്പോഴത്തെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ അലി ഖമനേയി ഭരണകൂടത്തിന് കഴിയുമോ? മസൂദ് പെസഷ്കിയൻ അതിൽ ഏത് തരത്തിൽ ഇടപെടും എന്നുള്ള കാര്യങ്ങളെല്ലാം ലോകരാജ്യങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയാണ്. ഭവ്യ, നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ പ്രക്ഷോഭം പെട്ടെന്ന് കെട്ടടങ്ങാനുള്ള ഒരു സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും കഴിഞ്ഞ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം ചെറിയ രീതിയിൽ തുടങ്ങിയ പ്രക്ഷോഭം ഇപ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 6 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പോലീസും പ്രൊട്ടസ്റ്റേഴ്സും തമ്മിൽ നേർക്കുനേർ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവിടെ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും ആളുകൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അമേരിക്ക നേരിട്ട് രംഗത്തെത്തുമെന്ന് പറയുന്നുണ്ട്. ഇതിൽ അമേരിക്കയ്ക്ക് നൽകുന്ന മറുപടി, അമേരിക്കയ്ക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് വന്ന മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ ഇതുപോലെ രക്ഷിക്കാൻ വേണ്ടി പല രാജ്യങ്ങളും ഇറങ്ങിയിരുന്നു. അതിന് ഉദാഹരണമാണ് ഇറാഖ്, സിറിയ, ഗാസ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ. ഇവിടെയെല്ലാം എന്താണ് സംഭവിച്ചെന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്ന തിരിച്ചടി. അതായത് അമേരിക്ക എവിടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ച് അല്ലെങ്കിൽ സഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട്, പിന്തുണ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടോ ആ രാജ്യങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് ഇറങ്ങാമെന്നുള്ള അമേരിക്കയുടെ മോഹം അത് വ്യാമോഹമാണ്. അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴേ മാറ്റിക്കോളൂ എന്നുള്ളതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് നൽകുന്ന മറുപടി. എന്തായാലും ഇപ്പോൾ നടക്കുന്ന സമരം, പ്രക്ഷോഭം അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം ആദ്യത്തെ ദിവസം വിലക്കയറ്റമായിരുന്നു അവരുടെ വിഷയമെങ്കിൽ രണ്ടാമത്തെ ദിവസമാകുമ്പോൾ വിലക്കയറ്റവും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും ആവുന്നു. മൂന്നാമത്തെ ദിവസമാകുമ്പോൾ അത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭമായി മാറുന്നു. ഇപ്പോഴത്തെ അവരുടെ ആവശ്യം അലി ഖമനൈ ഭരണകൂടം അവിടുന്ന് ഒഴിഞ്ഞു പോകണം, പകരം പുതിയ ഭരണകൂടം, അതായത് ഷാ ഭരണകൂടം 79 പുറത്താക്കപ്പെട്ട ഷാ ഭരണകൂടം തിരികെ ഇറാനിൽ എത്തണമെന്നുള്ള ഒരു ആവശ്യം കൂടി അവിടുത്തെ ജനത, പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ജൻസികളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ആളുകൾ ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അവിടെ ഇടപെടുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളുണ്ട്. കാരണം ആളുകൾ കൊല്ലപ്പെട്ടാൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇറാനെതിരെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങളൊക്കെ ഈ നിലവിലുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും, അലി ഖമനൈ ഭരണകൂടം ഈ പ്രക്ഷോഭത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് കൂടി കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഭവ്യ, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദ വിവരങ്ങൾ.